إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അന്നൂർ 60-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വൽ ഖവാഇദു മിനൻ നിസാ, ആ സ്ത്രീകളിൽ നിന്നും ഇരുത്തത്തിലായവർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമുള്ളവർ, വാർദ്ധക്യം ബാധിച്ച സ്ത്രീകൾ. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലാത്തി, എങ്ങനെയുള്ളവരാണവർ? ലാ യർജൂന നികാഹൻ, അവർ വിവാഹം ആഗ്രഹിക്കാത്തവരാണ്. അങ്ങനെയുള്ള പടുവൃദ്ധകളായ സ്ത്രീകൾ. ഫലൈസ അലൈഹിന്ന, അപ്പോൾ അവരുടെ മേലില്ല ജുനാഹുൻ, തെറ്റില്ല. അവരുടെ വസ്ത്രം വെക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ അവർ ആ ഹിജാബിന്റെ പരിപൂർണമായ ആ നിയമം അവർ പാലിക്കേണ്ടതില്ല. മൂടുപടങ്ങൾ അവർക്ക് മാറ്റിവെക്കാം. അതുപോലെ ശരീരം മുഴുവനും മൂടിക്കൊണ്ടുള്ള വസ്ത്രമില്ലാതെ മുഖമക്കനകൾ ധരിച്ചുകൊണ്ട് ഔറത്തു മറച്ചുകൊണ്ടുള്ള ഒരു മാന്യമായ വസ്ത്രം ധരിക്കുന്നതിൽ അവർക്ക് തെറ്റില്ല എന്നൊക്കെയാണ് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു കാണുന്നത്. അല്ലാഹു അലം. അത് മാത്രമല്ല, അതിനുശേഷം അവരുടെ ആ അലങ്കാരം വെളിവാക്കാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ വൃദ്ധകളാണെങ്കിലും ഒരിക്കലും അവിടെ അലങ്കാരം വെളിവാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം പാടില്ല എന്ന് അള്ളാഹു അവിടെ നിരോധിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ അവർ ചരിത്രം സംരക്ഷിക്കുകയാണെങ്കിൽ അതവൾക്ക് ഗുണകരമാണ്, അതാ സ്ത്രീകൾക്ക് ഗുണകരമാണെന്നാണല്ലോ പറയുന്നത്. ചരിത്ര സംരക്ഷണം അതെപ്പോഴും എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് തരക്കാരായാലും ഏത് പ്രായക്കാരായാലും അവർക്ക് ഗുണകരം തന്നെയാണെന്നാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു ആകട്ടെ സമീഉനെല്ലാം കേൾക്കുന്നവനും അലീമുനെല്ലാം അറിയുന്നവനുമാകുന്നു എന്നാണ്. കൃത്യമായി കാര്യങ്ങൾ കേൾക്കാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാകുന്നു. എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ അവൻ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കതാ കൃത്യമായ വിധിവിലക്കുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. ഒരു ഹർജുമില്ല. നോക്കൂ നിങ്ങൾ, യാതൊരു പ്രയാസവും ആർക്കും തന്നെ ചെറിയ രൂപത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ നോക്കൂ നിങ്ങൾ നമുക്ക് കൃത്യമായും വിശദമായും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ കൂടി വിശദീകരിച്ചു തരുന്നതും ഇതുപോലെ പഠിപ്പിച്ചു തരുന്നതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.